50 ആക്കാൻ അറിയണ ഒരുത്തനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അതൊരു വിഷയമുള്ള കേസ്. ജാസ്മിൻ അടിപൊളിയാ, കപ്പടിക്കോ? എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് പണിയെടുക്കാൻ അറിയാം. ബോസ് മറക്കാനാവാത്തൊരു അനുഭവം കുറേ അനുഭവങ്ങളുണ്ട്. വരുമാനം നോക്കി നടന്നിട്ട് കാര്യമില്ല. വരുമാനം കുറേ ആകുമ്പോൾ പിന്നെയും വരുമാനത്തിന് പിന്നാലെ ഓടുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അത്യാവശ്യം വരുമാനം ഉള്ളവരോട് ചോദിച്ചാൽ എന്നാലും അത് കേരളത്തിൻ്റെ ഒരു ഇതിലെ തകർച്ചയിലേക്കാണോ? അയാൾ നന്നായി ട്രൈ ചെയ്തു അങ്ങേര് തൃശ്ശൂർ. ഇന്നോ ഇന്നലെ വന്നതല്ലല്ലോ, അവിടെ തന്നെ ആയിരുന്നല്ലോ. കുറെ ആരോപണങ്ങൾ വരുന്നത് ഈ സിബിന്റെ കേസൊക്കെ അറിയില്ല. സിബിൻ പുറത്ത് ഇറങ്ങില്ലല്ലേ? സിബിൻ പുറത്താണെന്ന് തോന്നുന്നുണ്ടോ? ഒരു പിടുത്തമില്ല എനിക്ക് അതിനെക്കുറിച്ച്. അതിനകത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ഒരു പിടുത്തമില്ല. സായിക്ക് ബിഗ് ബോസ് മറക്കാനാവാത്തൊരു അനുഭവം കുറേ അനുഭവങ്ങളുണ്ട്. ഞാൻ കുറേ അനുഭവങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. ഒരുപാട് ഭാഗം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വൈഫിനോട് ചോദിച്ചത് അല്ല സത്യം ഒരുപാട്. അല്ല, ഒരു അഹങ്കാരം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു അഹങ്കാരമായാലും ഒരു ഇതുണ്ടാകും. അതൊക്കെ നമ്മൾ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയുള്ളൂ. എല്ലാം മനസ്സിലാക്കാൻ പറ്റി, അത് മാറ്റാൻ എന്ത് ചെയ്യാമെന്ന് മനസ്സിലായി, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, കുറേ കാര്യങ്ങൾ പഠിക്കും. അതൊരു ഭയങ്കര ലേണിംഗ് കർവാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. ചുമ്മാ അലമ്പിന് വേണ്ടി പോയാൽ അങ്ങനെ പോവുക, എന്തെങ്കിലുമൊക്കെ ലൈഫിൽ കൊണ്ടുവരാൻ പോയാൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇനിയുള്ള ജേണി അടിപൊളിയാവട്ടെ. ഈ ബിഗ് ബോസ് തന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? കുറേ ഉണ്ട് ബ്രോ, കുറേ പറയാനുണ്ട്. അത് ഇന്നൊന്നും പറഞ്ഞാൽ ഇത് ഈ പോകാനുള്ള തീരുമാനം നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഡെഫിനറ്റ്ലി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലി ഉണ്ട്, അതൊക്കെ ഉപേക്ഷിച്ചാണ് അങ്ങോട്ട് പോകേണ്ടി വന്നത്. റിസ്ക് എടുക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചറിയാൻ ഞാനല്ല റിസ്ക് എടുക്കേണ്ടത്. വരുമാനം നോക്കി നടന്നിട്ട് കാര്യമില്ല. വരുമാനം കുറേ ആകുമ്പോൾ പിന്നെയും വരുമാനത്തിന് പിന്നാലെ ഓടുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അത്യാവശ്യം വരുമാനം ഉള്ളവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു സ്വസ്ഥതയും സമാധാനം വേണ്ടല്ലോ ജീവിതം. അപ്പം എന്നാലും പക്ഷേ ഇപ്പോൾ ഈ പണപ്പെട്ടിയുമായിട്ട് തിരിച്ചു വന്നതൊക്കെ അപ്പോൾ അവിടെ നിന്നിരുന്ന ചിലപ്പോൾ ഫിനാലിലെത്തുമായിരുന്നു. ചിലപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. ഞാൻ ഓർഗാനിക്കായിട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാനുള്ളൂ. എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ചില സാധനം ഹിറ്റ് ചെയ്യാനായി ചെയ്തിട്ട് പോരും. പിന്നെ അതിനെക്കുറിച്ചുള്ള റിഗ്രറ്റ്സോ ചിന്തയൊന്നും എനിക്കില്ല. ഞാൻ ചിന്തിക്കില്ല. എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് പണിയെടുക്കാൻ അറിയാം, പൈസ പിന്നെ ഉണ്ടാക്കാം. പക്ഷേ നമ്മളെ മെൻ്റൽ സ്ട്രെങ്ത്തും നമ്മളെ ഫാമിലി, എനിക്ക് നഷ്ടപ്പെട്ടു പോയ ലൈഫൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല വാല്യൂ. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ റിസ്ക് എടുക്കുന്നതാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയെന്ന് പറയും. അപ്പോൾ അന്നേരം അവിടെ ഒരു 50 ലക്ഷം ഉള്ള സമയത്താണ് ഇപ്പോൾ ഒരു 5 ലക്ഷമായിട്ട് തിരിച്ചു വരേണ്ട സാഹചര്യം വരുന്നത്. 5-50 ആക്കാൻ അറിയണ ഒരുത്തനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അതൊരു വിഷയമുള്ള കേസല്ല. 5-50 ആക്കും, 50 കൂട്ടാനും എനിക്കറിയാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ എന്ത് ചെയ്യുന്നു. ഈ ഫിനാലിൽ എത്തില്ല എന്നുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ ഫിനാലെ അല്ലെങ്കിൽ കപ്പ് ഞാനങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. വന്നോട്ട് പോയാൽ പോട്ടാ വഴിക്ക്, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ബാക്കിയുള്ളവരെ പോലെ കപ്പടിക്കും ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഓർഗാനിക്കായിട്ട് വന്നാൽ ഓക്കെ, അല്ലാത്ത പക്ഷമൊന്നുമില്ല. മൊത്തത്തിൽ അവിടുത്തെ ഒരു പെർഫോമൻസിന് എങ്ങനെയാണ്? ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് 100%. അതിൽ ആര് സാറ്റിസ്ഫൈഡ് ആവുന്നു അല്ലാന്നൊന്നും എനിക്ക് ഞാൻ ബോധമാണ്. ഈ പുറത്തുള്ള ആരാധകരോ അല്ലെങ്കിൽ പുറത്തുള്ള പ്രേക്ഷകരോ ഒന്നും പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്ക്, അതായത് സായിയുടെ ഇപ്പോൾ ഒരു യൂട്യൂബിലുള്ള ഒരു ഫാൻ സ്പേസ് ഒന്നും സായി ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ മൊത്തത്തിൽ അവരിനെ മറ്റേ മാതിരി കണ്ടിരുന്നു. അതെ അങ്ങനെ അവർ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള അവർ മറ്റേ ഫേസ് കണ്ടിട്ടില്ലല്ലോ. സോ അത് ഇറലവൻ്റ് ആണ്. ഒരാൾക്ക് സായി കൃഷ്ണനെ അറിയാം, സീക്രട്ട് ഏജൻറ്റിനെ അറിയാമെന്നാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഓക്കെ. സീക്രട്ട് ഏജൻറ്റിനെ മാത്രം കണ്ട സൊസൈറ്റി സായി കൃഷ്ണനെ കാണുന്ന സമയത്ത് അവർ ചിലപ്പോൾ അത് രണ്ടും കൂടി അവർക്കൊരു അയ്യോ അതെന്താ ഇങ്ങനെ തോന്നിയതായിരിക്കാം. ഞാൻ എവിടെയും പേഴ്സണൽ ലൈഫിൽ നിന്ന് റിവീൽ ചെയ്തിട്ടില്ല. ഇനി പുറത്തിറങ്ങി ഇനിയിപ്പോൾ എങ്ങനെയാണ്? സീക്രട്ട് ഏജൻ്റ് ആണോ സായി കൃഷ്ണയാണോ? വീഡിയോസിനകത്ത് അങ്ങനെ തന്നെ ആയിരിക്കും. പാറ്റേൺ മാറ്റുന്നല്ലാതെ വ്യത്യാസങ്ങളൊന്നും കാണില്ല. റിയൽ ലൈഫല്ല, അതങ്ങനെ പോകും. അഗ്രസീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന അഗ്രസീവ് എല്ലാ കാര്യത്തിലും പ്രതികരിക്കുക. അല്ല, അഗ്രസീവ്നെസ് എനിക്ക് അറിയില്ല ഏത് സെൻസിലാണ് അഗ്രസീവ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വീഡിയോസിൽ അങ്ങനെ തെറിവിടിച്ചിട്ടൊന്നുമില്ല. അഗ്രസീവ് സെൻസിലാണെന്നുണ്ടെങ്കിൽ അടിച്ചു പൊട്ടിച്ചൊക്കെ വീഡിയോ ആയിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് തന്നെ എല്ലാവരും പറയുന്നത് ഒരു തരം അഗ്രസീവ് ആണെന്നാണ് പറയപ്പെടുന്നത്. അത് ഓരോരുടെ പ്രീ കൺസീവ്ഡ് നോഷനാണ്. അഗ്രസീവ് എന്ന് കേൾക്കുമ്പോൾ അത് റിയാക്ഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പണിയല്ലോ. അപ്പോൾ അവിടെ നിന്നിട്ട് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തിയ ഒരു കണ്ടസ്റ്റൻസോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ തന്നെയായിരുന്നു വെല്ലുവിളി. എനിക്കെൻ്റെ ശരീരം ഞാൻ ഓക്കെ പ്രേക്ഷകരോട് നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞോ, എനിക്ക് പേഴ്സണൽ ലൈഫിലേക്ക് സീക്രട്ട് ഏജന്റ് വരണ്ടാന്ന്. റീൽ സ്പേസിന്റെ സീക്രട്ട് ഏജന്റ് തന്നെയായിരിക്കും.
എനിക്ക് റിയാലിറ്റിയിൽ വരുമ്പോഴത്തേക്ക് ഈ സാധനം തലയ്ക്ക് വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ പ്രശ്നം നല്ല എൻജോയ് ചെയ്തല്ലേ സായി കൃഷ്ണ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ എപ്പോഴും എൻജോയ് ചെയ്തോണ്ട് അല്ലാതെ ഇപ്പം ആ സീക്രട്ടേഷൻ കഴിഞ്ഞ് കഥ ഒരു സമാധാനം. സീക്രട്ട് ഏജന്റിനെ ആയിരുന്നെങ്കിൽ ഭയങ്കര ടെററായിട്ട് ഇതാറല്ല നമ്മളെന്നെ നമ്മളെ വലിച്ചു കിട്ടുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം ഭയങ്കരമായിട്ട് കൂടി പക്ഷേ മാത്രമല്ല അഹങ്കാരം എല്ലാവരെയും ഭയങ്കര ജഡ്ജ്മെന്റലായിട്ട് കാണാൻ തോന്നുന്നുണ്ടോ? ഓഡിറ്റ് ചെയ്യുന്നത് ഇതൊരു നല്ല ഹ്യൂമൻ ബീങ് പുറത്തു വന്നെന്ന് തോന്നുന്നല്ലേ? നല്ല ഹ്യൂമൻ ബീങ് എനിക്കുള്ള നല്ല വേർഷൻ നല്ല ഹ്യൂമൻ ബീങ് ഞാൻ എൻ്റെ ഏറ്റവും നല്ല വേർഷൻ. അത് ഇതുവരെ പ്രേക്ഷകർ ആരും കാണാത്ത ഫേസ് അല്ലേ? ഞാൻ വ്ളോഗ്സ് ഒന്നും ഇടാറില്ലല്ലോ. നിങ്ങളൊരു ഇമോഷണലി അറ്റാച്ച്മെന്റ് കൂടി തോന്നുന്നുണ്ടോ? എന്ന് വെച്ചാൽ സ്നേഹം പ്രണയം അതൊക്കെ കുറച്ച് എന്താണെന്ന് മനസ്സിലായി തോന്നുന്നുണ്ടോ? ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായിരുന്നു നന്നായി. ഞാൻ വല്ല വിട്ടാലോ? ഷൈനി ഗെയിം കളിക്കുന്നവരോടെന്ന് പറയണം അവിടെ ഉള്ളവരോട്. എല്ലാവരും അടിപൊളിയായിട്ട് കളിക്കുക, എല്ലാവർക്കും ചാൻസ് ഉണ്ട്. കഴിഞ്ഞ സീസണുകളെ പോലെ ഏതെങ്കിലും ഒരാളുടെ ഫോക്കസ്ഡ് ആയിട്ടല്ല ഗെയിം പോകുന്നത്. സോ ഇനിയും ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് മാറ്റം സംഭവിക്കും. ആ ഗെയിം അങ്ങനെയാണ്. ആർക്കെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് അവിടെ കിട്ടുന്നതായിട്ട് അവിടെ ഒരാൾക്കും ഇമ്പോർട്ടൻസ് ഇല്ല. അതിനകത്തുള്ളവർ എന്നെ ഫീൽ കൺഫ്യൂസ്ഡാണ് ആരും. സോ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഒറ്റ ദിവസം വേണ്ട ഒരു 1 hour കൃത്യമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിൽ കപ്പ്. ജിൻഡോ ചേട്ടൻ കപ്പടിക്കുന്ന സോഷ്യൽ മീഡിയ ടോക്ക് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സോഷ്യൽ മീഡിയ ടോക്ക് അല്ലല്ലോ ബിഗ് ബോസിനകത്ത് നടക്കുന്നത്. ബിഗ് ബോസിൻ്റെ ക്രിയേറ്റേഴ്സ് ആരും സോഷ്യൽ മീഡിയ നോക്കുന്നില്ല. അവരെ നോക്കിയിട്ടല്ല ഗെയിം. ഉള്ളിലുള്ള കണ്ടസ്റ്റൻസ് ആരും ആ ടോക്ക് കാണുന്നില്ല. അത് എൻറ്റയർലി ഡിഫറെൻറ്റ് വേൾഡാണ്. അതിനകത്ത് അപ്പം നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് എന്താ നമുക്ക് എന്താ ചെയ്യാൻ തോന്നുന്ന അത് ചെയ്യും. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ വന്ന് ചെയ്യും. ഇന്നവിറ്റബിൾ ആണ് കപ്പ് എന്നൊക്കെ പറയുന്നത്. എന്തായാലും എന്തായാലും ഇനി സായി കൃഷ്ണയായിട്ട് തുടരും. പിന്നെ ഡെഫിനറ്റ്ലി അങ്ങനെ ജീവിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ സ്പേസിൽ ഞാൻ സീക്രട്ട് ഏജൻറ്റ് ആയിരിക്കും. ഇനി പേഴ്സണൽ ലൈഫിൽ സീക്രട്ട് ഏജൻറ്റ് ഇല്ല. പൂച്ചയായിരിക്കും സിംഹമായിരിക്കും? പൂച്ച സിംഹമൊന്നും അല്ലെങ്കിൽ ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എവിടെയും വന്ന് ഞാൻ പുലിയാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എവിടെയും സിംഹം എന്ന് പറഞ്ഞിട്ടില്ല. അല്ല താങ്കൾ പറയണത് ഇപ്പോൾ പൂച്ചക്കുട്ടിയായി പോയി എന്നാണ് പറയണത്. പറയേണ്ടവർക്ക് പലരും പറയും. ഇത് പറയുന്നവർ 24 മണിക്കൂർ എൻ്റെ ഒപ്പം ജീവിച്ചവരൊന്നുമല്ലല്ലോ. എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്കല്ല പറയാൻ പറ്റും. ഞാൻ കൃത്യമായിട്ട് ഞാൻ അതിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് ആ രീതിക്ക് ഞാൻ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തു. നമുക്ക് തല്ലും പിടിക്ക് മാത്രമൊന്നുമല്ലല്ലോ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം. ഒരു മനുഷ്യന് മാറാൻ പറ്റുന്ന രീതിയിൽ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എന്നെ ഭയങ്കരമായിട്ട് അത് സപ്പോർട്ട് ചെയ്തു ആ ഒരു പ്ലാറ്റ്ഫോം. സോ എനിക്ക് ഒരു റീബർത്ത് പോലെയാണ് ഇപ്പോൾ ആ പ്ലാറ്റ്ഫോം ഞാൻ കാണുന്നത്. സോ ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു. ജാസ്മിൻ അടിപൊളിയാ. കപ്പടിക്കുമോ? കപ്പ് ആര് വേണേൽ അടിക്കുക. അതിനകത്ത് ആർക്കും അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഇതുവരെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആസ് യൂഷ്വൽ PR ഫൈറ്റ്സ് നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല. എൻഡ് ഓഫ് ദ ഡേ വലിയൊരു മാസ് ജനങ്ങളുടെ വേറെ ക്രൗഡ് ഉണ്ടല്ലോ. അവർ വോട്ട് ചെയ്യുന്ന ആൾ ജയിക്കുന്നതാണ്. ജാസ്മിൻ ഇപ്പോൾ ഒറ്റയ്ക്ക് കളിക്കുന്നതിൻ്റെ ഇതൊക്കെ കാണാനുണ്ടോ? നേരത്തെ ഒരുമിച്ച് കളിച്ചെന്നൊക്കെ പറഞ്ഞത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്തിരിക്കുമ്പോഴുള്ള ഫീല് അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു 2 സെക്കൻഡ് ബൈറ്റിലൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അത് കൺവേ ആവില്ല. അത് മിസ്ലീഡിങ് ആയിട്ട് പോകുക ആ കാര്യങ്ങളൊക്കെ. അതിനകത്ത് എല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിമേഴ്സാണ്. ഇൻഡിവിജ്വലായിട്ടാണ് എല്ലാവരും കളിക്കുന്നത്. സോ അതിലൊരു ഗ്രൂപ്പ് കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കളിക്കുന്നവർക്ക് ആ രീതിയിൽ കളിച്ചിട്ട് പോകാമെന്നൊക്കെ ആ പ്ലാറ്റ്ഫോമിനകത്തുണ്ട്. അവിടെ അങ്ങനെ കളിക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. നമുക്ക് ആ ഗെയിം എങ്ങനെ വേണേൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എൻഡ് ഓഫ് ദ ഡേ അതൊരു ഗെയിമാണ്. വേണമെങ്കിൽ അത് ഗെയിമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും, റിയലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അത് ചോയ്സാണ്. ഇനിയൊരു അവസരം കിട്ടിയാൽ പോവുമോ? ഡെഫിനറ്റ്ലി പോവും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല.